കുട്ടനാട്ടിൽ നിന്ന് ഒരു ആശ്വാസ വാർത്ത എത്തുകയാണ്. മഴയൊരൽപ്പം കുറഞ്ഞതുകൊണ്ട് ജലനിരപ്പും നേരിയ തോതിൽ കുറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം 200 മീറ്റർ വർദ്ധിപ്പിച്ചിരുന്നു. ഇനിയും 100 മീറ്ററെങ്കിലും വർദ്ധിപ്പിച്ചാലേ കടലിലേക്ക് വെള്ളം ശക്തമായി ഒഴുകിപ്പോവുകയുള്ളൂ. പാടശേഖരങ്ങളുടെ സമീപത്തുള്ള AC റോഡിലും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ എന്നോടൊപ്പം ചേരുകയാണ്. ഷാജി, ഗുഡ് മോർണിംഗ്. ഷാജി, ഏതായാലും തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആ പൊഴിമുഖം 200 മീറ്റർ മുറിച്ചപ്പോൾ തന്നെ കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ മഴയൊക്കെ ആരംഭിച്ചതിന് ശേഷമാണ് ആ പൊഴി മുറിച്ചത്. ഈ മഴ എത്തുന്നതിന് മുൻപ് ആ 300 മീറ്ററും പൊഴി മുറിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ ഈ പറയുന്ന പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈ ഒരൊറ്റ വിവരത്തിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും വെള്ളക്കെട്ട് കുറയുന്നതിൽ ആശ്വാസമുണ്ട്. പക്ഷേ എങ്കിലും പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്നതും പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും മനു, കേരളത്തിലെ 1-ാം നമ്പർ പത്രം അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു പത്രത്തിലെ ഇന്നത്തെ പ്രാദേശിക വാർത്തയിൽ പ്രധാനമായിട്ടുള്ളൊരു വാർത്ത, തോട്ടപ്പള്ളി പൊഴിമുഖം ഇന്നലെ ഏതാണ്ട് 200 മീറ്റർ മുറിച്ചു, കുട്ടനാട്ടിൽ നിന്നും വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത അത് തന്നെയാണ്. കാര്യം തോട്ടപ്പള്ളി പൊഴിമുഖം മുറിക്കാത്തത് കൊണ്ടാണ് കുട്ടനാട്ടിൽ നിന്നും വെള്ളം കടലിലേക്ക് പോകാത്തത്. അത് ശരിവയ്ക്കുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ അത് 200 മീറ്റർ തുറന്നപ്പോൾ തന്നെ നേരിയ തോതിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു 2 ആഴ്ച മുൻപ് അല്ലെങ്കിൽ ഒരു 3 ആഴ്ച മുൻപ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, മഴ വരുമെന്നുള്ള എല്ലാവർക്കും അറിയാം, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കാണുന്ന വെള്ളമൊന്നും കുട്ടനാട്ടിൽ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് AC റോഡിലാണ്. AC റോഡിൽ വെള്ളം കയറും. കാര്യം എന്താ വെച്ചാൽ ഇതിന് തൊട്ട് 2 ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ കാണാം. ഒന്ന് കാണിച്ചു കൊടുത്തു അനസ. അത് കായലല്ല, അതൊരു പാടശേഖരമാണ്. ഏതാണ്ട് 10, 24, 30 ദിവസം പ്രായമായ പാടശേഖരമാണ്. ആ പാടശേഖരം 10 ഏക്കർ ഉണ്ടായിരുന്ന പാടശേഖരമാണ്. അതിൻ്റെ പുറം പണ്ടുകളൊക്കെ തന്നെ ശക്തമായിരുന്നു. പക്ഷേ ഈ പാടശേഖരം പൂർണ്ണമായിട്ടും വെള്ളം കയറി, അതിൻ്റെ മുകളിലൂടെ വെള്ളം കയറി, പാടശേഖരം പൊട്ടി പൂർണ്ണമായിട്ടും വെള്ളഭാഗത്ത് കയറി. അങ്ങനെ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് പോരും. ഈ പരിസരത്തുള്ള ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലായി. അതിന് തൊട്ട് സമീപം, കാര്യം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞങ്ങൾ ഈ AC റോഡിൻ്റെ ഈ ഭാഗത്തൂടെ പോയപ്പോഴാണ് ഇവിടെ ബണ്ട് തകർന്ന വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ AC റോഡ് എന്തായാലും പൊങ്ങും. കാര്യം ഈ വെള്ളം നേരെ വരുന്നത് AC റോഡിലേക്കാണ്. കാര്യം വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അത് കുട്ടനാട്ടിലുള്ള വെള്ളം കടലിലേക്ക് പോയാൽ മാത്രമേ കുട്ടനാട്ടിലെ ജലനിരപ്പ് കുറയുള്ളൂ. പക്ഷേ എന്നിട്ട് AC റോഡിൽ വെള്ളം കയറാത്ത റോഡ് എന്നുള്ള വിമർശനങ്ങൾ വന്നിട്ട് കാര്യമില്ല. കാര്യം റോഡിലേക്ക് വെള്ളം ഒഴുകി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം സ്വാഭാവികമായിട്ടും അത് വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. കാര്യം നേരത്തെ തന്നെ മുൻകൂട്ടി കനാലുകളൊക്കെ തന്നെ കൂടുതൽ നീരൊഴുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് കടലിലേക്ക് അത് തുറന്നു വിട്ടിരുന്നുവെങ്കിൽ കുട്ടനാട്ടിലെ ജനങ്ങൾ ഇന്നിപ്പോൾ ഏതാണ്ട് 20,000-ത്തിലധികം ആളുകൾ ക്യാമ്പിൽ കഴിയുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം നമുക്ക് കാണാം. ഈ പരിസരത്തെ ആളുകളൊക്കെ തന്നെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇവിടുത്തെയൊക്കെ സെപ്റ്റിക് ടാങ്കുകൾ അടക്കം മുങ്ങിക്കിടക്കുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന വെള്ളം പോലും എത്രത്തോളം മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിക്കാൻ സാധ്യതയുള്ള വെള്ളമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇതിന് ശേഷം, ഇപ്പോൾ വെള്ളം കയറിയതിന് ശേഷമായിരിക്കും ഇനി മറ്റ് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക. എന്തായാലും ക്യാമ്പിൽ കിടക്കുന്നവർക്ക് പോലും കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് ആവശ്യമായ വെള്ളം പുറത്തുനിന്നും കൊണ്ടുവരുന്നില്ല. ഈ വെള്ളം തന്നെ ഈ മലിനജലം ഉപയോഗിക്കുന്നു എന്നുള്ള പരാതികളൊക്കെ വരുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല. പക്ഷേ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വരും ദിവസങ്ങളിൽ അവർക്കൊക്കെ തന്നെ മറ്റ് അനുബന്ധ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കുട്ടനാട്ടിലെ സംബന്ധിച്ചിടത്തോളം പാടശേഖരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്കുന്നു. ഇനിയിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കയറുമ്പോഴുള്ള ഏതാണ്ട് ലോവർ കുട്ടനാട്ടിലുള്ള പാടശേഖരങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ നാശനഷ്ടമുണ്ട്. 100 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. കുട്ടനാട്ടിലെ ജലനിരപ്പ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരിയ തോതിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 4 ഇഞ്ച് വെള്ളം, അതാണ് കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 4 ഇഞ്ച് വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ഇതുകൊണ്ട് തന്നെയാണ്. കാര്യം തോട്ടപ്പള്ളിയുടെ പൊഴിമുഖം ഏതാണ്ട് 200 മീറ്റർ ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് 300 മീറ്റർ ആക്കിയിരുന്നെങ്കിൽ അതാണ് പ്രശ്നം. 300 മീറ്ററിലേക്ക് ആക്കാനുള്ള നടപടി ഉണ്ടോ? 200 മീറ്റർ മുറിച്ചപ്പോൾ തന്നെ വെള്ളത്തിന്റെ അളവ് കുറയുന്നുണ്ട്. അപ്പോൾ 300 മീറ്റർ ആക്കിയാൽ കുറച്ചുകൂടി വെള്ളം ഒഴുകി പോകും വേഗത്തിൽ. അപ്പോൾ കൂടുതൽ വെള്ളക്കെട്ട് ഒഴിയും. അതിനുള്ള നടപടികൾ തുടരുന്നുണ്ടോ ഈ അവസാന നിമിഷമെങ്കിലും? മനു, അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും യാദൃശ്ചികമായിട്ട് തോന്നുന്നത്, കാര്യം 2 ഹിറ്റാച്ചി ഇട്ടിട്ടാണ് അവിടെ മണൽ നീക്കം ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അവിടെ കണ്ടതാണ്. പക്ഷേ അതൊരു 5 അല്ലെങ്കിൽ 10 ഇടുമ്പോഴത്തേക്ക് അത്രയും വേഗത്തിൽ അത് മണൽ നീക്കം ചെയ്യാൻ സാധിക്കും. ഈ 2 JCB ഇട്ട് 10 ദിവസം ചെയ്യുന്നതും അല്ലെങ്കിൽ 10 JCB ഇട്ട് 2 ദിവസം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. നേരത്തെയൊക്കെ തന്നെ നമ്മളവിടെ കാണാൻ സാധിച്ചത് നിരവധി. ഇപ്പോൾ ഈ ട്രാക്ടർ നമ്മൾ കാണുന്നുണ്ട്. ആ ട്രാക്ടറിൻ്റെ അകത്ത് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ, തൊട്ട് സമീപത്ത് ഇവിടെ റവന്യൂ ഓഫീസുണ്ട്, അങ്ങോട്ടേക്കുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാക്ടറിൽ ഇങ്ങനെ പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അവരുടെ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്.
ഇതൊക്കെ ഇങ്ങനെയുള്ള പല കാഴ്ചകളുണ്ട്. ഇവിടെ വരുന്ന കാറുകളൊക്കെ തന്നെ പലതും ഇവിടെ ഇങ്ങനെ വെള്ളം കയറുമ്പോൾ മുങ്ങിപ്പോകുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇത് തള്ളി കരക്ക് കയറ്റി നന്നാക്കി കൊടുക്കാൻ തൊട്ട് സമീപത്ത് തന്നെ മെക്കാനിക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ നിൽപ്പുണ്ട്. അവർക്കും അതൊരു വരുമാനമാണ്. അവരോട് നമ്മളത് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പാടശേഖരമൊക്കെ മുങ്ങിക്കിടക്കുക, ജീവിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം വേണ്ടേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ കുട്ടനാട്ടിൽ പൊതുവെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ദുരിതത്തിനൊക്കെ കാരണം തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അത് 100% ശരിവെക്കുന്നതാണ്. ഇന്ന് ഒരു സർക്കാർ അനുകൂല പത്രത്തിൽ തന്നെ ഈ വന്നിരിക്കുന്ന വാർത്ത. ഓക്കെ, താങ്ക് യു ഷാജഹാൻ. ഷാജഹാനാണ് ഇപ്പോൾ വിവരങ്ങൾ ആലപ്പുഴയിൽ നൽകിയത്.